നമസ്കാരം. ആസ്ട്ര യൂണിവേഴ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഗണപതി ഭഗവാന്റെ ഒരു ശക്തിയേറിയിട്ടുള്ള ഒരു മന്ത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികൾ തരണം ചെയ്യാനും നമ്മൾ എത്ര തകർന്ന അവസ്ഥയിലാണെങ്കിലും ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുവാനും പണമായാലും തൊഴിലായാലും അതുപോലെ തന്നെ വശ്യശക്തിയായാലും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വശ്യശക്തി എന്നാണ്. ആകർഷണം. എല്ലാത്തിനെയും നമുക്ക് ആവശ്യമുള്ള എല്ലാ വസ്തുക്കളെയും വ്യക്തികളെയും സാഹചര്യങ്ങളെയും നമ്മുടെ അടുക്കലേക്ക് ആകർഷിക്കുന്ന ഒരു ശക്തി നമ്മളിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എല്ലാ തടസ്സങ്ങളും മാറി എല്ലാ വിധത്തിലുള്ള ഉയർച്ചയും ലഭിച്ച് സമൂഹത്തിൽ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഉയർച്ച ലഭിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരും. അത്തരത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളെയും നൽകുവാൻ തക്ക ശക്തിയുള്ള എത്ര മോശപ്പെട്ട അവസ്ഥയിൽ നിന്നും ഉയർത്ത് വരുവാനുള്ള ശക്തി നൽകുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള മന്ത്രമാണ് ഞാനിവിടെ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഏറ്റവും ലളിതമായ രീതിയിൽ ഏറ്റവും വൃത്തിയായ രീതിയിൽ വളരെ പെട്ടെന്ന് അനുഗ്രഹം ലഭിക്കുന്ന രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് ജാതക സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾക്കൊക്കെ ആയിട്ട് സമീപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നക്ഷത്രങ്ങളോ മറ്റ് ഡീറ്റെയിൽസ് ഇല്ലാത്ത ആളുകൾക്ക് അവരുടെ കൈരേഖ പരിശോധിച്ച് നമുക്ക് നോക്കാവുന്നതാണ്. തൊഴിൽ, സാമ്പത്തികം, അതുപോലെ തന്നെ ബന്ധങ്ങൾ തുടങ്ങിയ നിങ്ങളുടെ ഏതൊരു പ്രശ്നവും നമുക്ക് പരിശോധനയിലൂടെ നമുക്കതിൻ്റെ പരിഹാരങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ വൃത്തിയായി കുളിച്ച് ശുദ്ധമായി രാവിലെയാണ് ഈ ഒരു കർമ്മത്തിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ഈ ഒരു ദിശയിലേക്ക് നമ്മൾ തിരിഞ്ഞിരുന്ന് വേണം ഈ ഒരു മന്ത്രം ജപിക്കുവാനായിട്ട്. അതുപോലെ തന്നെ ആദ്യം തന്നെ നമ്മൾ ഗുരുവിനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. മഹാദേവനെ ഗുരുവായി സങ്കല്പിച്ച് പ്രാർത്ഥിച്ച ശേഷം ഗണപതി ഭഗവാനെയും കൂടി നമ്മൾ പ്രാർത്ഥിക്കുക. അതിനുശേഷം അസ്യ ശ്രീ മഹാഗണപതി മന്ത്രസ്യ ഗണക ഋഷി എന്ന് നമ്മൾ ശിരസിൽ സ്പർശിച്ചുകൊണ്ട് പറയുക. അതുപോലെ തന്നെ നിജിർ ഗായത്രി ചന്ദ എന്ന് നമ്മൾ മേൽച്ചുണ്ടിൽ സ്പർശിച്ചുകൊണ്ട് പറയുക. അതുപോലെ തന്നെ ശ്രീ മഹാഗണപതി ദേവത എന്ന് നമ്മുടെ ഹൃദയത്തിൽ സ്പർശിച്ചുകൊണ്ട് പറയുക. അതിനുശേഷം നമ്മൾ ധ്യാനമന്ത്രമാണ് ജപിക്കുന്നത്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അതായത് ആ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം ഒരു കൊമ്പുള്ളവനും വലിയ ശരീരമുള്ളവനും തിളങ്ങുന്ന സ്വർണത്തിൻ്റെ നിറമുള്ളവനുമായിട്ട് വലിയ വയറുള്ളവനുമായ വിടർന്ന കണ്ണുകളുള്ളവനായ ആ ഒരു ഗണപതി ഭഗവാനെ ഞാൻ ഭക്തിയോടെ വണങ്ങുന്നു. അതിനുശേഷം ഈ ഒരു ധ്യാനമന്ത്രം നമ്മൾ ഒരു തവണ നമ്മൾ ജപിച്ച ശേഷം ആ ഒരു രൂപത്തിലെ ഗണപതി ഭഗവാനെ നമ്മുടെ പിരികത്തിന് മധ്യയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് മുകളിലുള്ള പിരികത്തിന് മധ്യയായിട്ട് ഗണപതി ഭഗവാന്റെ ആ ഒരു രൂപത്തെ നമ്മൾ ധ്യാനിച്ച് ഉറപ്പിച്ച് നിർത്തേണ്ടതാണ്. ശേഷം നമ്മൾ ഓം ശ്രീം ഹ്രീം ക്ലീം ഗ്ലൗം ഗം ഗണപതേയ വരവരദ സർവജനം മേ വശമാനയ സ്വാഹ എന്ന് 108 തവണ നമ്മൾ ജപിക്കേണ്ടതാണ്. ഇത്തരത്തിൽ ഈ ഒരു മന്ത്രം നിങ്ങൾ ജപിച്ച് കഴിയുമ്പോൾ നിങ്ങളിലേക്ക് എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും എല്ലാ വ്യക്തികളും നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതാണ്. ഈ ഒരു മന്ത്രത്തിൻ്റെ അർത്ഥം എന്തെന്നാൽ സകല സൗഭാഗ്യങ്ങളും നൽകുന്നവനും അതുപോലെ തന്നെ വിഘ്നങ്ങൾ അകറ്റുന്നവനുമായിട്ടുള്ള ഗണപതി ഭഗവാനെ നമ്മൾ നമസ്കരിക്കുന്നു. എനിക്ക് എല്ലാ വിധ അനുഗ്രഹങ്ങളും നൽകി എൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളെയും അതുപോലെ തന്നെ ആളുകളെയും എനിക്ക് അനുകൂലമാക്കി നൽകണമെന്നാണ് ഈ ഒരു മന്ത്രം ജപിക്കുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് എല്ലാ മേഖലകളിലും നല്ലൊരു വിജയം ലഭിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു സാധാരണക്കാരനും ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ളതും ഏറ്റവും ഫലം നൽകുന്നതുമായിട്ടുള്ള ഒരു ഉപാസനാ ക്രമമാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങളുടെ തൊഴിൽ തടസ്സമുള്ളപ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹ തടസ്സമോ അങ്ങനെ നിങ്ങൾക്ക് ഏതൊരു കാര്യത്തിനു വേണ്ടിയിട്ടും ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി ചെയ്യാവുന്നതാണ്. ഇതിൽ പറഞ്ഞ പോലെ തന്നെയുള്ള സമയക്രമങ്ങളും ജപരീതികളുമാണ് നിങ്ങൾ
ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൃത്യമായിട്ടുള്ള മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ ജീവിതത്തിലെ തടസ്സം കൊണ്ട് മാനസികമായിട്ട് സങ്കടപ്പെടുന്ന ആളുകൾക്ക്, സാമ്പത്തികമായിട്ടൊന്നുമില്ലാത്ത ആളുകൾക്ക്, ജീവിതത്തിൽ പലതും നേടാൻ ആഗ്രഹിച്ചിട്ട് ഒന്നും ലഭിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഈ ഒരു മന്ത്രം നിങ്ങൾ ധൈര്യമായിട്ട് ഉപയോഗിച്ചോളൂ. നിങ്ങൾക്ക് ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും വളരെ വേഗം ഈ ഒരു മന്ത്രം കൊണ്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഏവർക്കും നന്ദി.